അസ്സലാമു അലൈക്കും. അബ്ദുള്ള മാഷും കുടുംബവും നെട്ടോട്ടമോടുകയായിരുന്നു. അഫ്സലിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച്. പക്ഷേ എല്ലാവരും കൈമലർത്തി. മാഷിനോട് പറഞ്ഞു, മാഷേ, അത് സൗദിയിലെ നിയമങ്ങളല്ലേ. പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ കേസിൽ അത് അവൻ്റെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടതുകൊണ്ട് അത് പെട്ടെന്നൊന്നും നമുക്ക് പുറത്തിറക്കാൻ കഴിയൂല. കാരണം അവിടുത്തെ നിയമങ്ങളും കോടതിയും ശിക്ഷകളൊക്കെ വളരെ വലുതാണ്. നമ്മളെവിടേക്കാണെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ഇതാക്കായിരുന്നു. അവിടെ എന്ത് ചെയ്യാനാ? എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടില്ലേ, നമുക്ക് ശ്രമിക്കാം. ഞങ്ങളൊക്കെ എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ അതന്നെ എല്ലാവരും പറഞ്ഞത്. ഇറക്കി കൊണ്ടുവരാനുള്ളൊരു പഴുതും ഇല്ല. എന്നാലും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കാതിരിക്കുക, നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇതായിരുന്നു എല്ലാവരുടെയും വാക്കുകൾ. എന്ത് ചെയ്യണമെന്നറിയാതെ അബ്ദുള്ള മാഷും കൂട്ടുകാരും വീട്ടുകാരും നട്ടം തിരിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അബ്ദുള്ള മാഷും കുടുംബവും തൻ്റെ പൊന്നുമോളെയും അഫ്സലിൻ്റെ വീട്ടുകാരെയും ആശ്വസിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. എല്ലാവരും ഇപ്പോൾ അഫ്സലിൻ്റെ വീട്ടിലായിരുന്നു താമസിക്കൽ. കാരണം സുമി അവിടെ നിന്നും പോരുന്നില്ലായിരുന്നു. സുമിയുടെ അവസ്ഥ കൊണ്ട് ആ കുടുംബം ഒന്നായി തേങ്ങി. ഇപ്പോൾ അവൾ എണീക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. ഭക്ഷണമൊക്കെ നിർബന്ധിച്ച് വായിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. അവൾക്ക് അവളുടെ ഇക്കാനെ ഒന്ന് കണ്ടാൽ മതി. എപ്പോഴും ഉരുവിടുന്നത് ഇക്ക എന്നുള്ളൊരു വാക്ക് മാത്രമാണ്. എന്ത് നല്ലൊരു കുട്ടിയായിരുന്നു. എൻ്റെ റബ്ബേ, എൻ്റെ പൊന്നുമോളെ നീ കാക്കണേ. അഫ്സലിൻ്റെ ഉമ്മയും ഉപ്പയും അസ്നയുടെ ഉമ്മയും ഉപ്പയും ഒരുപോലെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അസ്നയുടെ അവസ്ഥ കണ്ട് ആ കുടുംബം ഒന്നാകെ തേങ്ങി. മോളെ, ഈ ഉപ്പയുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യം നൽകിയാണെങ്കിലും നിൻ്റെ അഫ്സലിനെ ഈ ഉപ്പ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മോളെ വിഷമിക്കരുത്. പോയി ഭക്ഷണം കഴിക്ക്, എന്തെങ്കിലുമൊക്കെ കഴിക്കുമോളെ. അല്ലാതെ നിൻ്റെ ജീവൻ പോലും അപകടത്തിലാവും. അവനെ നിനക്ക് കാണണ്ടേ? അവൻ എന്തായാലും വരും. അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പഠിച്ചോ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അവനെ ഇറങ്ങി വരും. അപ്പോൾ എൻ്റെ മോളെ അവൻ ചോദിക്കൂലേ, മോളിങ്ങനെ ഭക്ഷണം കഴിക്കാതെയും പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? ആദ്യത്തെ ആ സുന്ദരിയായ അസ്നമോളെയാണ് അവനെ കാണേണ്ടി വരിക. അതാണ് അവൻക്കിഷ്ടം. നീ വരുമ്പോൾ അവനെ ഈ കോലത്ത് കണ്ട എന്താ മോളെ അവൻ്റെ ഒരു അവസ്ഥ വരിക? നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഉപ്പാൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിരിക്കും. എന്തായാലും അവൻ വരും. ഈ ഉപ്പാക്ക് ഉറപ്പാ. എന്തായാലും ഞാൻ അവനെ കൊണ്ടുവരും. എൻ്റെ മോളെ വിഷമിച്ച് വെറുതെ അസുഖങ്ങളുണ്ടാക്കി വെക്കണ്ട. എൻ്റെ മോളെ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിക്ക്. ഈ കിടന്ന കിടപ്പിലിങ്ങനെ കിടക്കാതെ ഭക്ഷണമൊക്കെ കഴിച്ച് എണീറ്റ് ഇരിക്കിൻ്റെ മോള്. ഇങ്ങനെ ചിന്തിച്ച് അസുഖങ്ങൾ വരുത്തല്ലേ. നിൻ്റെ ഇക്കാനെ ഈ ഉപ്പ തിരിച്ചു തന്നിരിക്കും. നിൻ്റെ ഉപ്പല്ലേ പറയുന്നത്? എന്നാലും ഉപ്പ, ഞാൻ എൻ്റെ ഇക്കയെ സംശയിച്ചല്ലോ. ഇക്കാനെ ശരിക്കും അറിയുന്ന ഞാൻ പോലും എന്തൊക്കെ സംശയിച്ചു. എൻ്റെ ഇക്ക പണം കണ്ടപ്പോൾ ആരുടെയൊക്കെയോ എന്നെ വേണ്ടാതായി, ആരുടെയോ ഒപ്പം പോയി, വേറെ പെണ്ണിനെ അന്വേഷിച്ച് പോയി. എന്തെല്ലാം ഞാൻ മനസ്സിൽ സംശയിച്ചു. ഇനി എന്നെ വേണ്ട, ഏതെങ്കിലും വേറെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് അവിടെ കൂടി. എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം എന്നോട് വിളിക്കാതായപ്പോൾ ഞാൻ എൻ്റെ ഇക്കാനെ സംശയിച്ചല്ലോ. അതാണ് എനിക്ക് വലിയ സങ്കടം. മനസ്സിലെ വേദന കടിച്ചമർത്താൻ കഴിയാതെ അസ്ന പൊട്ടിക്കരഞ്ഞു. മോളെ, അത് സാരില്ല മോളെ. അതാരായാലും സംശയിക്കും. കാരണം ഇത്ര ദിവസം വിളിക്കാതെയും ഒരു വിവരവും ഇല്ലാതെ ഇരുന്നാലേ ആരായാലും സംശയിക്കൂലേ? അതെ, ഈ എന്നെയായാലും നിൻ്റെ ഉമ്മ സംശയിക്കും. കാരണം പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ. ആണുങ്ങളും ഒരു പെണ്ണിനെ കണ്ടാൽ പോവാത്ത ആണുങ്ങളുണ്ടോ? പിന്നെ എവിടെയൊക്കെയല്ലേ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ടാവും. ആണുങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പെണ്ണുങ്ങൾ. അതൊന്നും ഓർത്ത് എൻ്റെ മോള് വിഷമിക്കണ്ട.
എന്തായാലും എല്ലാം നമ്മൾ അറിഞ്ഞില്ലേ. ഉപ്പ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെയിരിക്കെ സിദ്ദീഖ് ഗൾഫ് മേഖലയിലെ വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയും പല നാടുകളിലുമുള്ള ഷെയ്ഖുമാരുമായി ബന്ധവുമുള്ള ഒരു കേരളീയൻ്റെ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്തു വരുന്ന തൻ്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടു. അവൻ്റെ മുതലാളിയായ നല്ല മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ സമയം അനുവദിച്ച് കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് അന്വേഷിച്ചു. അത് വലിയ ബുദ്ധിമുട്ടാണെന്നും അയാളിപ്പോൾ വേൾഡ് ടൂർ പോയതാണെന്നും പറഞ്ഞു. എന്നാലും ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് സിദ്ദീഖിൻ്റെ സുഹൃത്ത് ഫോൺ വെച്ചു. അഫ്സലിൻ്റെ ഉപ്പയും ഉമ്മയും ഓരോ സമയവും പ്രാർത്ഥനകളിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. അവരുടെ അവസ്ഥയും വളരെ മോശമായിരുന്നു. ഭക്ഷണവും വെള്ളവുമൊന്നും കഴിക്കാതെ ഏതു ടൈമും അഫ്സലിന് വേണ്ടി ദുആ ചെയ്യുകയായിരുന്നു. എല്ലാവരും, നാട്ടുകാരും അയൽവാസികളും അസ്നയുടെ ഉമ്മയും ഉപ്പയുമൊക്കെ അവരെ നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയായിരുന്നു. എല്ലാവരുടെയും സ്ഥിതി വളരെ വളരെ മോശമായിരുന്നു. വല്ലാത്തൊരു അവസ്ഥ. അവരുടെ നാട്ടുകാരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, യാ അല്ലാഹ്, ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തരുതേ. പാവം ആ മുക്രിക്കാൻ്റെ കുടുംബം എന്ത് നല്ല സന്തോഷത്തിൽ കഴിഞ്ഞു പോവായിരുന്നു. എത്ര സമ്പാദ്യമില്ലെങ്കിലും എത്ര ചെറിയ കൂരയാണെങ്കിലും നല്ല സമാധാനത്തിലും സന്തോഷത്തിലും നടന്നിരുന്ന ഒരു വീടായിരുന്നു. ഇപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ മരിച്ച വീട് പോലെയായി. യാ അല്ലാഹ്, ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തരുത് നാഥാ. എൻ്റെ മകനെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാക്കാൻ കാരണക്കാർ ആരായാലും അവരെ നിന്നിൽ അർപ്പിക്കുന്നു അല്ലാഹ് എന്ന് പറഞ്ഞ് ആ ഉമ്മയും ഉപ്പയും 5 നേരവും പടച്ചവനിൽ ദുആ ഇരിക്കുകയായിരുന്നു. നന്മ നന്മയായിട്ടും തിന്മ തിന്മയായിട്ടും വേർതിരിക്കുന്ന എൻ്റെ റബ്ബേ, നീ എൻ്റെ മകന് നല്ലത് മാത്രം വരുത്തണേ. എല്ലാത്തിനും പരിഹാരമുള്ള നിൻ്റെ അടുത്ത് ഈ വയസ്സായി ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളെ, ഞങ്ങളുടെ പൊന്നു മകനെ ഞങ്ങളുടെ കൺമുന്നിൽ എത്തിക്കണമേ നാഥാ. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വൃദ്ധ മാതാപിതാക്കൾ അവൻക്ക് വേണ്ടി ദുആയിരുന്നു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിയുന്നു. അഫ്സലിൻ്റെ ഉമ്മയും ഉപ്പയും കണ്ണീരിൽ കുതിർന്നുള്ള ആ പ്രാർത്ഥനയ്ക്ക് ഫലമെന്നോണം പിറ്റേ ദിവസം വൈകുന്നേരം സിദ്ദീഖിൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ വന്നു. സിദ്ദീഖ്, ഞാൻ എൻ്റെ ബോസുമായി കഴിഞ്ഞതുപോലെ ബന്ധപ്പെട്ടുട്ടോ. നീ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുതലാളിയോട്. അതെയോ, വലിയ ഉപകാരം. എന്നിട്ട് എന്താ നിൻ്റെ മുതലാളി പറഞ്ഞത്? എൻ്റെ മുതലാളി നാളെ നാട്ടിൽ വരുന്നുണ്ടല്ലോ. വൈകുന്നേരം 5 മണിക്ക് നിങ്ങളെ കാണാൻ സമ്മതം തന്നിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. ആ കറക്റ്റ് സമയം തന്നെ പോരേണ്ടേ, മറക്കണ്ട. പിന്നെ നേരം വൈകിയാൽ പിന്നെ കാണാൻ പറ്റൂല. ഓക്കെ? ഓക്കെ. ഞാൻ എന്തായാലും ആ ടൈമിൽ ഞങ്ങൾ വരാം. ഓക്കെ? താങ്ക്സ് ഡാ. നീ ചെയ്തു തന്ന ഈ ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. താങ്ക്സ് ഡാ. നന്ദിയൊന്നും വേണ്ടടാ. നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യത്തിനല്ലേ. നമുക്കോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലോ? അതൊന്നും സാരില്ല, അതൊക്കെ റെഡിയാവും. പിന്നെ നിൻ്റെ ബോസ് ശ്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല കേട്ടോ. പിന്നെ അവിടുത്തെ ഷെയ്ഖുമാരും ഇതൊക്കെ എൻ്റെ മുതലാളിയുടെ പരിചയക്കാരാ. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ എന്തായാലും നീ കറക്റ്റ് ടൈമിന് വാ. നീയും ഓല കുടുംബത്തിനെയും വിളിച്ചോട്ടോ. ഇൻഷാ അല്ലാടാ, നാളെ ഞാൻ കറക്റ്റ് ടൈമിന് വരാം. ആ വാർത്ത സിദ്ദീഖിൻ്റെ മനസ്സിൽ ചെറിയൊരു കുളിർമ നൽകി. സിദ്ദീഖ് അപ്പോൾ തന്നെ ആ വാർത്ത അബ്ദുള്ള മാഷിനോടും സുൽഫിയോടും വിളിച്ചു പറയാൻ മറന്നില്ല. അങ്ങനെ പിറ്റേന്ന് അവർ 3 പേരും കൂടി അവൻ്റെ സുഹൃത്തിൻ്റെ ബോസിനെ കാണാൻ പോയി. കറക്റ്റ് 5 മണിക്ക് തന്നെ അവിടെ എത്തി. കറക്റ്റ് 5 മണി ആയപ്പോൾ സിദ്ദീഖ് എന്നു പേരുള്ള ആരെങ്കിലും പുറത്തുണ്ടോ എന്ന് അന്വേഷിച്ച് ഒരാൾ പുറത്തേക്കിറങ്ങി വന്നു. അവരെ കണ്ടപ്പോൾ അബ്ദുള്ള മാഷ് മനസ്സിൽ കരുതി, ഇതാണ് ബിസിനസ്സുകാരുടെ വളർച്ചയ്ക്ക് കാരണം. കൃത്യത, വാക്ക് പാലിക്കൽ എന്നിവയാണ്. രാഷ്ട്രീയക്കാരെ പോലെ അല്ല എന്നുള്ളത് വന്നപ്പോഴേ അബ്ദുള്ള മാഷിന് മനസ്സിലായി. അവർ അകത്തേക്ക് കയറി. സാധാരണക്കാരിൽ സാധാരണക്കാരൻ. അവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഇതൊക്കെ കേട്ടതിന് ശേഷം വളരെ താഴ്മയോടെ അദ്ദേഹം, എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ. ഇവിടെയുള്ള ഈ വിഷയങ്ങളെല്ലാം വെച്ചൊരു ലെറ്റർ തയ്യാറാക്കേണ്ടി. ഇതെല്ലാം തയ്യാറാക്കി എന്നെ ഏൽപ്പിക്കുക. ബാക്കി ഞാൻ നോക്കാം, ഇൻഷാ അല്ലാ.
ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്ദുള്ള മാഷിനും കുടുംബത്തിനും മനസ്സിലൊരു കുളിർമയായി. അവിടുന്ന് ഇറങ്ങിയവർ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ആ വ്യവസായിയായ ആ വലിയ മനുഷ്യനെ ഏൽപ്പിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചു. പ്രതീക്ഷയോടെ ആ നല്ല വാർത്തയ്ക്കായി അവർ കാത്തിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് വ്യവസായിയുടെ അസിസ്റ്റന്റിൻ്റെ കോൾ സിദ്ദീഖിൻ്റെ ഫോണിലേക്ക് വന്നു. എടാ, പിന്നെ നിങ്ങളെ അഫ്സലിൻ്റെ സത്യാവസ്ഥ അവിടുത്തെ ഷെയ്ഖുമാർ മുഖേന ബോധിപ്പിക്കേണ്ടവർക്ക് ബോധിപ്പിച്ചിട്ടോ. പിന്നെ ജയിലിലെ കുറച്ച് പേപ്പേഴ്സ് ക്ലിയർ ആയാൽ ഉടൻ തന്നെ നിങ്ങൾ അഫ്സൽ നാട്ടിലെത്തും. സന്തോഷമായില്ലേ? ഓലെ വീട്ടുകാരോട് അറിയിച്ചേക്ക്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബോസ് വിചാരിച്ചാൽ എല്ലാം നടക്കുന്നു. അത്രക്കും നല്ലൊരാളാ. പണത്തിൻ്റെ ഒരു അഹങ്കാരവും ഇല്ലാത്തൊരാൾ. ഏത് പാവപ്പെട്ടതിനെയും സഹായിക്കുന്ന ആളാണ്. എന്തായാലും അൽഹംദുലില്ലാഹ് എല്ലാം റെഡിയായില്ലേ? ഇത് കേട്ട് സിദ്ദീഖിന് സന്തോഷം അടക്കാനായില്ല. അവൻ ഒരുപാട് നന്ദി തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. പിന്നെ അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് എന്നും പറഞ്ഞ് അബ്ദുള്ള മാഷിനെയും കുടുംബത്തെയും വിവരമറിയിച്ചു. സത്യത്തിൽ ഈ വാർത്ത ആ വീടിനെയും കുടുംബത്തെയും മാത്രമല്ല, ആ നാട്ടിൽ തന്നെ ഒരു ആഘോഷമായിരുന്നു. അഫ്സലിൻ്റെ വരവും കാത്ത് തൻ്റെ സ്വപ്നങ്ങൾ നെയ്ത് അസ്നയും അഫ്സലിൻ്റെ കുടുംബവും അബ്ദുള്ള മാഷും കുടുംബവും കാത്തിരിക്കുന്നു. ഈ സമയം നമ്മുടെ ദുഷ്ടനായ ഷാനവാസില്ലേ, അവൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടായി വന്നിരുന്നു. പടച്ചോൻ്റെ വിധി എന്നോണം ആ ദുരന്തം അവനെ ക്യാൻസർ രൂപത്തിൽ ഷാനവാസിനെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. നാൾക്കുനാൾ ഷാനവാസിൻ്റെ രോഗം ഓരോ ദിവസവും കൂടിക്കൊണ്ടുവന്നു. അവൻ്റെ ബിസിനസ്സെല്ലാം വേറെ ആൾക്കാർ കൈക്കലാക്കി. ഇനിയുള്ള തുടർ ചികിത്സയ്ക്ക് നാട്ടിലെത്തിയേ പറ്റുള്ളൂ. സൗദി ജിസാനിലുള്ള എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ട് ഷാനവാസിനെ എല്ലാവരും കൂടി ഫ്ലൈറ്റ് കയറ്റി. അസുഖം മൂലം നാട്ടിലെത്തിയ ഷാനവാസിനെ കാത്തിരുന്നത് അതിലും വലിയ വിപത്തായിരുന്നു. താൻ ബിസിനസ്സിൽ കോടികൾ ഉണ്ടാക്കിയിരുന്നു. ആ പണം കൊണ്ട് അഹങ്കരിച്ച് നടന്നിരുന്ന തൻ്റെ ഭാര്യ തനിക്ക് ഈ അസുഖം വന്നപ്പോൾ ആ വാർത്ത അറിഞ്ഞ് ഈ തകർന്ന് തരിപ്പണമായ ഈ മനുഷ്യനെ തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തൻ്റെ ഒരു സുഹൃത്തായ ഒരു ബിസിനസ്സുകാരൻ്റെ കൂടെ പോയിരിക്കുന്നു. തൻ്റെ നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന കുറച്ച് പേരല്ലാതെ മറ്റാരും അവനെ ശ്രദ്ധിക്കാൻ പോലും ഇല്ലാതായി. നേരാവണ്ണം തന്നെ ശുശ്രൂഷിക്കാൻ പോലും ആരുമില്ലാതെ അവൻ നരകയാതനയിലായി. ഷാനവാസിൻ്റെ അസുഖം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. തുടർ ചികിത്സക്കായി ഹോസ്പിറ്റലിൽ അവനെ ആരൊക്കെയോ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ തൻ്റെ ജീവിതം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുമ്പോഴാണ് ഷാനവാസ് താൻ ചെയ്ത പാപത്തിൻ്റെ പൊരുൾ മനസ്സിലാവുന്നത്. എൻ്റെ പഠിച്ചോനെ, എനിക്ക് നീ മാപ്പ് തരണേ. ഈ പാപിക്ക് നീ മാപ്പ് തരണേ. ഞാൻ ചെയ്ത തെറ്റിനെ ആരോടാണ് ഞാൻ മാപ്പ് ചോദിക്കുക? ഒന്നും അറിയാതെ ആ പാവത്തിനെ, ആ അഫ്സലിനെ, അവനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും വർഷങ്ങൾ കഷ്ടപ്പെടുത്തിയല്ലോ. എൻ്റെ പഠിച്ചോനെ, നീ എനിക്ക് മാപ്പ് തരാമോ? അതോർത്ത് അവൻ്റെ ഹൃദയം പൊള്ളി. ഇനി തനിക്ക് മരണത്തെ കാത്തിരിക്കാനല്ലാതെ മറ്റൊന്നും തേടിയെത്താനില്ല എന്ന് ഷാനവാസ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ വീണ്ടും നീങ്ങി. അഫ്സലിൻ്റെ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തു. അൽഹംദുലില്ലാഹ്, നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സങ്കടങ്ങളുടെയും കണ്ണീരിൻ്റെയും വേദനകളുടെയും ലോകത്ത് നിന്ന് അഫ്സൽ പുറത്തിറങ്ങി. അൽഹംദുലില്ലാഹ്. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.